ഹലോ ഫ്രണ്ട്സ്, ഹെൽത്ത് ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്നതാണ് വേനൽക്കാലത്ത് നമ്മൾ സാധാരണ കുടിക്കാറുള്ള തണ്ണിമത്തനാണ്. ഇതെല്ലാ വേനൽക്കാലത്തും നമ്മൾ കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ പുറത്ത് പോയിട്ട് ഭയങ്കരമായ ചൂടിലായിരിക്കും നമ്മൾ പുറത്ത് പോകുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതിൽ നിന്നും കുറച്ച് തണ്ണിമത്തനെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആശ്വാസം വേറെ ലെവലാണ്. തണ്ണിമത്തൻ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അതുപോലെ അങ്ങ് കട്ട് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ ടോപ്പ് മാത്രം, ഇതൊരു പാത്രത്തിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്. പാത്രത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പ് മാത്രം ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുക. ഇതെന്താ ഇതുപോലെ എടുത്ത് ഇത് നമുക്കൊരു മൂടിയായിട്ട്, ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം മൂടിയായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ മൂടി നമ്മൾ തുറന്നു. ഇനി അടുത്ത എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു കരണ്ടി എടുക്കണം, റൗണ്ട് കരണ്ടി എടുക്കുക. ഇതിനകത്തോട്ടിട്ട് ഇങ്ങനെ ചരിച്ച് എടുക്കുക. അത് ഇതുപോലെ എടുത്തെടുത്ത് നമ്മൾ ഇതിനകത്ത് ഇടണം. കണ്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിനകത്ത് ഇടുക. ഒരാളുടെ ആവശ്യത്തിന് എത്ര വേണം അത് മാത്രം ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഇളക്കുക, ആവശ്യത്തിന് ഇളക്കുക. കണ്ടോ, ഇത്രയായി. തൽക്കാലം നമുക്ക് ഇത്രയും മതി. ഇനി നമ്മൾ ഇവനെ അങ്ങ് അടയ്ക്കുക. ഇങ്ങനെ അങ്ങ് അടച്ചിട്ട് 2-3 ടൂത്ത് പിക്സ് എടുത്തിട്ട് ഇവനിങ്ങനെ ചരിച്ച് കുത്തിയാൽ മതി. ഇവൻ അവിടെ ഇരുന്നോളും. കണ്ടോ, ഇങ്ങനെ ചരിച്ചങ്ങ് കുത്തുക. ഇത് കൊണ്ടുപോയി നമുക്കിനി ഫ്രിഡ്ജിനകത്ത് സുഖമായിട്ട് സൂക്ഷിക്കാം. ഇനിയും 2-3 ദിവസം കഴിക്കാനുള്ള തണ്ണിമത്തതിനകത്തുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടിത്തട്ടി കൊണ്ടുപോയി നമുക്ക് സൂക്ഷിച്ചാൽ മതി. വേനൽക്കാലത്ത് ദാഹിച്ച് വലഞ്ഞ് വരുമ്പോൾ കുടിക്കേണ്ട ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ തണ്ണിമത്തൻ. കാരണം വെച്ചാൽ തണ്ണിമത്തനിൽ ആവശ്യം പോലെ പൊട്ടാസ്യം ഉണ്ട്. അപ്പം നമ്മുടെ ശരീരം വിയർത്തിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പൊട്ടാസ്യവും സോഡിയവും ഒക്കെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് തണ്ണിമത്തനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യമാണുള്ളത്. അതുകൊണ്ട് ദിവസവും നിങ്ങൾ വേനൽക്കാലത്ത് തണ്ണിമത്തം ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഉപ്പ് പോകണം. ഉപ്പിനകത്ത് നമുക്ക് സോഡിയവും കിട്ടും. ഈ സോഡിയവും പൊട്ടാസ്യവും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ദിവസവും ഇങ്ങനെ കഴിച്ചാലേ നല്ല ഉന്മേഷമായിരിക്കും. ഒരിക്കലും നമുക്ക് ക്ഷീണം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് നിങ്ങളെല്ലാം തണ്ണിമത്തൻ മേടിക്കുക. തണ്ണിമത്തനകത്ത് പരലുപ്പ് പൊടിച്ചിട്ടിട്ട് ദിവസവും കഴിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെ അളവ് ഒരേ അളവിൽ നിൽക്കുകയും ചെയ്തും ഒരിക്കലും ക്ഷീണം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ട്രിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ കൂടി ഈ തണ്ണിമത്തൻ കഴിച്ചു തുടങ്ങട്ടെ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.